ഇന്നലെ നമ്മളെ ചെക്കൻ്റെ കല്യാണമായിരുന്നു. ഇത് മിഞ്ഞാത്ത വീഡിയോ ആണ്, അതായത് തലേന്ന്. അന്ന് എന്തൊക്കെ സംഭവിച്ചതാണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ വേണ്ടി പോണത്. കയറി ഉടനെ തന്നെ ഞാൻ ചോറ് വിളമ്പുന്ന ഭാഗത്തേക്കാണ് പോയത്. അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ചെക്കന്മാരെല്ലാവരും കൂടെ കൂടിയിട്ട് ഭയങ്കര പൊടിയായിരുന്നു. ചോറ് വിളമ്പാൻ തുടങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോഴത്തേന് ഭാര്യക്കും പറയാനും വിശക്കുണ്ട് പറഞ്ഞിട്ട് ചപ്പാത്തി ചിക്കൻ കറിയും കൂടി അടിക്കുന്നു ഇവർ രണ്ടാളും. കുറച്ച് അപ്പുറത്ത് നോക്കിയപ്പോഴാണ് ബാബു കറി വിളമ്പുന്നത് ഞാൻ കാണുന്നത്. എനിക്ക് ടാറ്റ തരുന്നുണ്ടായിരുന്നു. ഒരു ഭാഗത്ത് സുഫും ബാബുക്കും കൂടെ കറി നിർത്താതെ പാരിയായിരുന്നു. അത്രക്ക് സ്പീഡിലായിരുന്നു അവർ ചെയ്തുകൊണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു ആ ടൈമിൽ. ബാക്കിലെ സ്ഥിതി എന്താണെന്ന് അറിയാൻ വേണ്ടി പോയപ്പോഴാണ് അത് കറിന്റെ കയ്യിലേക്ക് ഇങ്ങനെ ഇളക്കുന്നത്. ഇതായിരുന്നു നമ്മളെ തലേന്നത്തെ ഫുഡ്. നെയ്ച്ചോറും ചിക്കൻ കറിയും ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ഒരു പണിയെടുക്കാതെ പിള്ളേരോട് തള്ളിയിരിക്കുന്നു ഷെരീഫിലേക്കും അന്നു. എന്തെങ്കിലും ചെയ്ത് ഒരു വേർക്കുന്നാണ് അവരെന്നോട് പറഞ്ഞത്. വെള്ളം ഒഴിച്ചെടുക്കാൻ ജഗ്ഗില്ല എന്ന് പറഞ്ഞിട്ട് സഞ്ജു ഭയങ്കര ഞങ്ങലായിരുന്നു. പക്ഷെ അവൻ പണിയെടുത്തും ചെയ്തു കേട്ടോ. അവിടെ കുറെ താത്തമാർക്ക് ഗ്ലാസ് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനും സുഫിയാനും ജസ്മിലും കൂടെ ഗ്ലാസ് കൊടുക്കാൻ വേണ്ടി പോയി. വെറുതെ അങ്ങനെ വീഡിയോ എടുത്ത് നിന്നാൽ പോരല്ലോ, പണിയെടുക്കേണ്ട നമ്മള്. ഇതാണ് നമ്മളെ കല്യാണ ചെക്കൻ സാനു. ഓൻ്റെ എപ്പോഴാണ് അത് ഓരോന്തൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. കല്യാണം പരിപാടികളൊക്കെ വന്നാൽ ഞങ്ങളെ ചെനക്കലങ്ങാടി ഉണ്ടല്ലോ, ഒരൊറ്റ കെട്ടാണ്. അതിന്റെ ഒരു പവർ ഞങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ ക്ലബിന്റെ ദേശീയഗാനമായിട്ട് പാടി. മച്ചുകൊണ്ട് തുടക്കം വെച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ പാടി. നിങ്ങളൊന്ന് കേട്ടോ നോക്കി, എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയും ചെയ്യും. ഈ പാട്ടായിട്ട് ആരായിട്ട് ഈ പ്ലേറ്റും കയ്യിലായിട്ട് മൂപ്പര് ഒരേ കൊട്ടായിരുന്നു, ഒരേ പൊളിയായിരുന്നു. കല്യാണപ്പേരന്റെ മുന്നിലാണെങ്കിൽ നല്ല കോൽക്കളിയും പാട്ടൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. ഇത് കഴിഞ്ഞപ്പോഴാണ് സാനുവിന്റെ കല്യാണം പൊളിക്കാൻ വേണ്ടിയിട്ട് സുഹൈൽ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ താഴേക്ക് ഇറങ്ങിയപ്പോഴാണ് കുമ്മാണി മുട്ടയും കൂടെ ഇത്രയും വലിയ കോമ്പല കൊണ്ടുവന്നത്. ഇത് മാത്രമല്ല വേറെ സാധനങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഷെയിൽക്കാണ് തീ കൊളുത്തിയത്. അത് പൊട്ടുന്ന സൗണ്ട് നിങ്ങളൊന്ന് കേട്ടോക്കിയേ. ഈ സൗണ്ട് ഒന്നും പള്ളിക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ട് പള്ളി വേറൊരു ഐറ്റം കത്തിച്ച്. ഇങ്ങനത്തെ സാധനങ്ങൾ കല്യാണത്തിന് പൊട്ടിക്കണത് നല്ലതാണോ നല്ലതല്ലേ എന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. ഇതൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ കല്യാണ ചെക്കന്റെ മുഖം എങ്ങനെയായിരുന്നു? കരയണോ ചിരിക്കണോ എന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു സാനുവിന്. ഈ ചിരിച്ചു പോയതാണ് വഹുവിന്റെ കുറച്ച് പരിപാടികൾ നാളത്തെ ദിവസം വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പാട്ടും ഡാൻസ് പരിപാടിയൊക്കെ തുടങ്ങി. ഒരു അടിപൊളി സ്റ്റെപ്പാണ് ബാബു ഈ കളിച്ചത്. നിങ്ങളൊന്ന് കണ്ടോക്കിയേ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ആടാടി. പിന്നെ സെലിന്റെ അടിപൊളി സ്റ്റെപ്പുകളായിരുന്നു. അങ്ങനെ ഞങ്ങളെ തലേന്നത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇനി കല്യാണത്തിന്റെ അന്നത്തെ വീഡിയോ ഞാൻ വരാം. ഈ വീഡിയോ ഇഷ്ടമായി ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക പ്ലീസ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.